മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിലെ സാഖ്യയോഗത്തിലെ ആദ്യ ഭാഗമായ സാഖ്യസന്ദർഭം കഴിഞ്ഞ് യോഗബുദ്ധിയിലേക്ക് അർജുനനെ ഭഗവാൻ ക്ഷണിച്ചുകൊണ്ട് അവ്യവസായി ബുദ്ധിയെയും വ്യവസായ ബുദ്ധിയെയും വ്യവസായാത്മിക ബുദ്ധിയെയും ഭഗവാൻ വേർതിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു. അതിൽ വേദവാദരഥന്മാരുടെ പുഷ്പസദൃശമായ ഫലമില്ലാത്ത വാക്കിനെ പറയുന്ന 42-ാം ശ്ലോകം, യാമിമാം പുഷ്പിതം വാചം പ്രവദന്ത്യ വിപശ്ചിത വേദവാദരഥാ പാർത്ഥാനാന്യതസ്തീതി വാദിനഃ എന്ന ശ്ലോകമാണ് നമ്മൾ എടുത്തു വരുന്നത്. കർമ്മത്തിൻ്റെ സകാമകർമ്മങ്ങളെ വേണ്ട വിധം വേദം ഉപന്യസിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് ഫലമുണ്ടാകുമെന്ന് വളരെ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ലോകാരംഭം മുതൽ ഇതുവരെ വേദവിമർശകന്മാരൊക്കെ ഉണ്ടെങ്കിലും ഭഗവത്ഗീതയിൽ ഭഗവാൻ വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു വിമർശനമല്ല നാം പൊതുവെ കേൾക്കുന്നത്. കാര്യങ്ങളുടെ ആവശ്യത്തിന് ശ്രദ്ധയില്ലാതെ, അന്നദാനമില്ലാതെ, ദക്ഷിണയില്ലാതെ ഒക്കെ വേദവൈദികങ്ങളായ കർമ്മങ്ങളെ ചെയ്തു കൂട്ടുവാനുള്ള പ്രേരണയാണ് പലപ്പോഴും വേദവിമർശകന്മാരിൽ ഇന്ന് കാണുന്നത്. ഭഗവാനാവട്ടെ സകാമകർമ്മങ്ങളെ ചെയ്യുന്ന വേദത്തിൻ്റെ പൂർവഭാഗത്തെ ഭംഗ്യന്തരേണ വർണ്ണിച്ച് അന്നദാനവും ശ്രദ്ധയും ദക്ഷിണയും എല്ലാം ചേർത്ത് ഭംഗ്യന്തരേണ അത് ചെയ്യേണ്ടതിൻ്റെ വിധി പറയുമ്പോഴും 2-ാം അധ്യായത്തിലെ 42-ാം ശ്ലോകത്തിൽ അത് അവ്യവസായി ബുദ്ധിയായതുകൊണ്ട് ജന്മങ്ങൾക്ക് കാരണമാണ് എന്നതിനാൽ മോക്ഷേച്ഛുവായവൻ ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. സൈദ്ധാന്തികതയുടെ അനവദ്യസുന്ദരമായ ആത്യന്തിക ഫലത്തിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ മാത്രമാണ് വൈദികിയുടെ സകാമകർമ്മങ്ങൾ അനുപേക്ഷണീയങ്ങളല്ല എന്ന നിഗമനത്തിലേക്ക് ഭഗവാൻ കടന്നു ചെല്ലുന്നത്. ഇത് മനോഹരമായ ഒരു ഇതിവൃത്തമാണ്. ഏതിനെയും എന്തിനേയും എതിർക്കുന്ന ആധുനികൻ്റെ അന്തക്ഷോഭമുണ്ടാക്കുന്ന ഒരെതിർപ്പും തിരുത്തലുമല്ല ഭഗവാൻ നൽകുന്നത്. സംസ്കൃതിയുടെ ആഴങ്ങളിൽ കടന്നു ചെന്ന് കാര്യകാരണ പടലങ്ങളെ പിടിച്ചുലച്ച് കാര്യവും കാരണവും അപഗ്രഥിച്ച് വസ്തുനിഷ്ഠമായ പഠനം കൊണ്ട് അനുഗ്രഹീതമാക്കിയിട്ടാണ് ഭഗവാൻ ഇത് അവതരിപ്പിക്കുന്നത്. ഈ നിലയിൽ നിഷ്കാമകർമ്മത്തിനും ദോഷമില്ലേ? ഇല്ല എന്ന് ഭഗവാന്റെ ഉത്തരം. കാരണം സകാമകർമ്മം ഫലഭോഗം കൊണ്ടാണ് നഷ്ടമാകുന്നത്. ഭോഗേന ക്ഷപയിത്വാ ഇത്യാദി വചനങ്ങളുണ്ട്. ഫലഭോഗം കൊണ്ട് പുണ്യക്ഷയമുണ്ടാകുന്നു.
അതുകൊണ്ട് ഈ സമ്പാദ്യത്തിൽ വളരെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് പൂർവകൃതങ്ങളായ പുണ്യങ്ങൾ ധാരാളം വന്നു ചേർന്ന് ഭാഗ്യം കൊണ്ട് മാത്രം കടന്നു ചെല്ലാവുന്ന, അന്ധക്കരണ വിശുദ്ധിയാൽ ഭാഗ്യം കൊണ്ട് മാത്രം കടന്നു ചെല്ലാവുന്ന ഒരു ലോകമാണ് സാക്ഷാത്കാരത്തിൻ്റെ ലോകം എന്നതിനാൽ അച്ചടക്കവും ദാരിദ്ര്യവും ഒക്കെ ഭാരതീയർ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ദാരിദ്ര്യ ദേവതയെ നമിക്കുന്നതും അതുകൊണ്ടാണ്. നീയാണ് എനിക്ക് സിദ്ധിയെ പ്രദാനം ചെയ്തത്. സ്വയം നിർമ്മിതവും നിഷ്ഠാപൂർവകവുമായ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഫലമാണ് തൻ്റെ അനുഭൂതികളെല്ലാം എന്ന് ഒരുവൻ തിരിച്ചറിയും. അതുകൊണ്ട് കാമനാപൂർവകങ്ങളായ കർമ്മങ്ങളിലെ ഫലഭോഗം കൊണ്ട് പുണ്യം ക്ഷയിക്കും. അതുകൊണ്ട് പൂർവസ്ഥിതി വീണ്ടും വരും. നിഷ്കാമകർമ്മത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. അതിൻ്റെ ക്ഷയം ഉണ്ടാകുന്നില്ല. അത് സാക്ഷാത്കാരത്തിനടുത്തെത്തിയേ നിൽക്കൂ. അത് അന്ധക്കരണത്തെ വിശുദ്ധമാക്കും. നേഹ അഭിക്രമനാശോസ്തി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യോഗബുദ്ധിയിൽ നിഷ്കാമകർമ്മത്തിൻ്റെ എന്ത് അഭിക്രമമുണ്ടോ അതിന് നാശമില്ല. എന്തുകൊണ്ടെന്നാൽ നിഷ്കാമകർമ്മത്തിൻ്റെ ഫലം സ്വർഗാദികളല്ല, ധനാദികളുമല്ല. ഫലഭോഗം കൊണ്ട് അവ ആയിരുന്നു എങ്കിൽ ക്ഷീണമുണ്ടാകുമായിരുന്നു. ഫലഭോഗം വരുമ്പോൾ അവയായിരുന്നു, ധനം സ്വർഗം മുതലായവയായിരുന്നു എങ്കിൽ പുണ്യം ക്ഷയിക്കുമായിരുന്നു. എന്നിട്ടും നിഷ്കാമകർമ്മത്തിനൊരിക്കലും നാശമുണ്ടാവില്ല. ഒരിക്കലും നാശമുണ്ടാവില്ല എന്ന് പറയുന്നില്ല. അതിൽ തനിക്ക് എന്തു ഫലമാണോ അത് പ്രാപ്തമായിട്ട് അവസാനിക്കും. അതിൻ്റെ ഫലം തത്വസാക്ഷാത്കാരമാണ്. അത് കഴിഞ്ഞേ ലക്ഷ്യത്തിലെത്തിയേ അത് അവസാനിക്കും. ശ്രുതി ഇത് സ്പഷ്ടരൂപത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വിവിദിഷന്തി യജ്ഞേന ദാനേന തപസാനാശകേന. വിവിദിഷന്തി യജ്ഞേന ദാനേന തപസാനാശകേന. ശങ്കയുണ്ടാകുന്നത് വിവിദിഷയുണ്ടായിട്ട് കർമ്മം നഷ്ടമാകുന്നു. എന്നാൽ പരാജ്ഞാനമുണ്ടായില്ലെങ്കിൽ നിഷ്കാമകർമ്മവും വീണ്ടും അവ്യവസായം ആകാത്തതെന്തുകൊണ്ട്? ഉത്തരം ഇതാണ്. അപ്പോൾ തത്വസാക്ഷാത്കാരം എന്തുകൊണ്ട്? തത്വസാക്ഷാത്കാരത്തിന് പുണ്യം വേണം. അത് സർവഥാ പുണ്യത്തിൻ്റെ ഫലമാണ്. അത് പുണ്യകർമ്മം ചെയ്താലും അതിൻ്റെ അന്തിമ ഫലം തത്വസാക്ഷാത്കാരമാണ്. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഈ വാക്യത്തിന് വിവരണകാരൻ ഇങ്ങനെ അർത്ഥം മാനിക്കുന്നു. പിന്നീട് യജ്ഞാദി കർമ്മം
വിവിധിഷയെ ജനിപ്പിച്ച് വെറുതെയാവില്ല. ഫലോപദായക വിവിധിഷയെ ഉണ്ടാക്കി മാത്രമാണ് ഉപരമിക്കുന്നത്. ഏതു പ്രകാരത്തിൽ വ്യാഖ്യാനിച്ചാലും നിഷ്കാമകർമ്മം വ്യവസായാത്മികയാണ്, അവ്യവസായമല്ല. അതുകൊണ്ട് സകാമകർമ്മം അവ്യവസായാത്മകമാകയാൽ മുമുക്ഷുപാദേയമല്ല, മുമുക്ഷുവിന് ഉപാദേയമല്ല. എന്നാൽ ഈ വിവേചനങ്ങൾക്കെല്ലാം ശേഷവും തൻ്റെ കേന്ദ്രബിന്ദുവിൽ തന്നെ പ്രശ്നം നിലകൊള്ളുന്നു. എന്നിട്ട് ഈ ഘട്ടകുട്ടി പ്രഭാത വൃത്താന്തവാനായ സകാമകർമ്മവിധാനം വേദങ്ങൾ എന്തിനു ചെയ്തു? ഇതിനുത്തരം ഭഗവാൻ പറയുന്നു. പുഷ്പിതാം. ഈ വാക്ക് സഫലമല്ല എന്ന കാര്യം നിശ്ചയമാണ്. എന്നാൽ പുഷ്പിതാവസ്ഥ വരെ ആയാലും ഫലമില്ല. ഒരിടത്ത് മലവും മൂത്രവും എല്ലാം നിറഞ്ഞ ചണ്ടാലവീഥി, മലം മൂത്രം ഒക്കെ നിറഞ്ഞ ചണ്ടാലവീഥി, മറുഭാഗത്ത് പൂന്തോപ്പ്, പച്ച പിടിച്ച സ്ഥലങ്ങൾ, പുഷ്പങ്ങൾ, പൂക്കാരികൾ മാലകെട്ടി സഞ്ചരിക്കുന്നു. ജനങ്ങൾ ബെഞ്ചിലിരുന്ന് പൂക്കളുടെ ഗന്ധം ആ പൂന്തോട്ടത്തിൽ നുകരുന്നു. വഴക്കില്ല, കലഹവുമില്ല. ഏതാണ് നല്ലത്? ഇതാണ് ചോദ്യം. ഭഗവാൻ പറഞ്ഞത് പുഷ്പിതാം വാചമെന്നാണ്. അതിനേക്കാൾ ഉയർന്ന ഫലത്തെ, തത്വസാക്ഷാത്കാരത്തെ കാക്ഷിക്കുന്ന വിവേകികളായ ആളുകൾക്ക്, ഫലമാണ് വേണ്ടത് എന്ന് നിർബന്ധമുള്ളവർക്ക് നോക്കിക്കാണുമ്പോൾ വേദവിഹിതങ്ങളായിരിക്കുന്ന സകാമകർമ്മങ്ങൾ അവ്യവസായികളാണ്, അനന്തങ്ങളാണ്, ഫലമില്ലാത്തവയാണ്. അതിനേക്കാൾ താഴ്ന്ന തലത്തിൽ ബുദ്ധി പ്രവർത്തിക്കുന്ന, അതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞത്. ഒന്ന് പുഷ്പോപമമാണ്. പൂന്തോട്ടം നിറച്ച് പുഷ്പം, നല്ല ഗന്ധം, നല്ല വീഥികൾ, നല്ല പച്ചപ്പ്. ആ ബെഞ്ചിലിരുന്ന് പുഷ്പത്തിൻ്റെ ഗന്ധവും നുകർന്ന് കഴിഞ്ഞുകൂടാം. ഫലമില്ല. അവിടെ ഭക്ഷണം കിട്ടില്ല. ഭക്ഷണം വേണമെങ്കിൽ പൂന്തോട്ടത്തിൽ പോയിരുന്നിട്ട് കാര്യമില്ല. അത് ചണ്ടാലവിധിയിലുമില്ല. ചണ്ടാലവിധിയാകട്ടെ മലവും മൂത്രവും എല്ലാം നിറഞ്ഞ് വൃത്തിഹീനമായി കിടക്കുകയാണ്. മൂക്കുപൊത്തിയേ നടക്കാൻ പറ്റും. ഏത് സ്ഥലമാണ് ഉത്തമം? എവിടെ ഇരിക്കുന്നതാണ് ഉത്തമം? ഏത് സ്ഥലമുണ്ടാക്കുന്നതാണ് നല്ലത്? ഉത്തരം തികച്ചും സ്പഷ്ടമാണ്. ചണ്ടാലവീഥിക്കടുത്ത് സ്വാസ്ഥ്യത്തിന് യാതൊരവസരവുമില്ല. ലൗകിക ദൃഷ്ടിയാ നോക്കിക്കാണുന്ന ഒരുവന് ചണ്ടാലവീഥിയേക്കാൾ സ്വാസ്ഥ്യത്തിന് നല്ലത് പൂന്തോട്ടമാണ്. ഭക്ഷണമില്ലെങ്കിലും സന്തോഷത്തിന് അവസരമുള്ളതിനാൽ അത് ഉണ്ടാക്കുന്നതിനുള്ള പ്രയാസം ഉചിതമാണ്. മുന്നോട്ട് പോകുവാൻ അവിടെ അവസരമുണ്ട്. അതുകൊണ്ട് ചണ്ടാലവീഥിയെ അപേക്ഷിച്ച് പുഷ്പവാടിക നന്നാണ്. അപ്പോൾ ഗീതയിൽ
യാമിമാം പുഷ്പിതം വാചം പ്രവദന്ത്യ വിപശ്ചിത വേദവാദരഥാപാർത്ഥ നാന്യതസ്തീതി വാദിനഃ എന്ന ഭഗവാന്റെ വാക്കിനെ എടുത്തു വേദങ്ങളെ മുഴുവൻ ഭഗവാൻ ചവിട്ടിത്തേച്ചിരിക്കുന്നു, വേദങ്ങളെ മുഴുവൻ നിഷേധിച്ചിരിക്കുന്നു, വേദങ്ങളൊന്നും കൊള്ളുകില്ലാത്തതാണെന്ന് ഗീതയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ വ്യാഖ്യാതാക്കന്മാർ പറഞ്ഞേക്കും. അത് ശരിയല്ല. വളരെയധികം ആളുകൾ ഗീതയുടെ യാഥാർത്ഥ്യത്തെ നേരെ വിപരീതമാക്കുന്നതിന് പ്രയത്നിക്കുന്നുണ്ട്. അനേകം വ്യാഖ്യാനങ്ങളിൽ ഭഗവാനെ വിപ്ലവകാരിയും ഇതെല്ലാം തട്ടിനിരത്താൻ വന്നവനുമൊക്കെയായി വർണ്ണിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വൈദിക സംസ്കൃതിയുടെ ആന്തരഘടനയും വൈദിക സംസ്കൃതിയുടെ ഉദ്ദേശ്യവും ലക്ഷ്യവും മനസ്സിലാക്കാൻ വൈകിപ്പോയവരാണ് അങ്ങനെ പറയുന്നത്. അവർ വേദത്തിന് പൂർണ്ണമഹത്വം അംഗീകരിക്കുന്നില്ല. കലികാലത്തിൻ്റെ വൈഭവമാവും അത്. വൈദികിയുടെ ശ്രുതിയുടെ താളമേളങ്ങളെ അറിഞ്ഞ് വൈദികിയെ ആസ്പദമാക്കി ആണ് ഭഗവത്ഗീത എന്നതുപോലും അവർ മറന്നുപോകുന്നു. മധുസൂദന സരസ്വതി പറയുന്നുണ്ട്, സർവോ ഉപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധിർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഉപനിഷത്തുക്കളാകുന്ന ഗോക്കൾ വേദം തന്നെയാണ്, വൈദികിയാണ്. വ്യാഖ്യേയമാകുന്ന സംഹിതയും വ്യാഖ്യാനമാകുന്ന ബ്രാഹ്മണങ്ങളും വ്യാഖ്യാനങ്ങളുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വേദത്തിൻ്റെ പൂർണ്ണ മഹത്വം അംഗീകരിച്ചേ മതിയാവും. ഇവിടെ വേദവാദരഥ എന്നീ ശബ്ദങ്ങളുടെ പ്രയോഗം ഭഗവാൻ വേദത്തിൻ്റെ ഉത്കർഷത്തെ അംഗീകരിക്കുന്നില്ല എന്നും മറ്റും പറയാൻ പലരെയും പ്രേരിപ്പിക്കുന്നുണ്ട്. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവർജുന. ഇവിടെ അർജുനനെ വേദങ്ങൾക്കുമേൽ വളരുവാൻ ഭഗവാൻ പറയുന്നുണ്ട്. നാഹം വേദൈർന തപസ വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്യുക ഇത്യാദി രീതികളിൽ വേദങ്ങളുടെ അപകർഷതയെ തന്നെ പറയുന്നു ഭഗവാൻ എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഭഗവത്ഗീത എടുത്ത് പഠിക്കുമ്പോൾ യാമിമാം പുഷ്പിതം വാചം പ്രവദന്ത്യവിപശ്ചിതഃ വേദവാദരഥാപാർത്ഥാനന്യതസ്തീതി വാദിനഃ എന്നും വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ എന്നും നാഹം വേദൈർന തപസ എന്നും ഒക്കെ ഉള്ളതിനെ ചൂണ്ടിക്കാണിച്ച് പണ്ഡിതോത്തമന്മാരെന്ന് പറയപ്പെടുന്ന ആധുനിക ഗീതാവ്യാഖ്യാതാക്കന്മാരിൽ ഒട്ടേറെ പേർ സാക്ഷാത്കാരത്തിൻ്റെയും സമുചിതമായ വേദോപനയനത്തിൻ്റെയും
തലങ്ങളെ വേണ്ട വിധത്തിൽ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ പറഞ്ഞു പോരുന്നുണ്ട്. എന്നാൽ അക്കൂട്ടർ യസ്തം വേദ സ വേദവിത് കാണുന്നുമില്ല. ഊർധ്വമൂലമധശാഖമശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ വർണ്ണാനി യസ്തം വേദ സവേദവിത്. ഭഗവത്ഗീതയുടെ പുരുഷോത്തമയോഗത്തിൽ 15-ാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് വേദാർത്ഥത്തെ വേദത്തിൽ നിഗൂഹനം ചെയ്തിരിക്കുന്ന സത്യത്തെ സാക്ഷാത്കരിച്ചു പറയുന്ന ഒരു രംഗമാണിത്. വേദൈശ്ച സർവൈരഹമേവ വേദ്യോ എന്നും പറയുന്നുണ്ട്. വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേഹചാഹം എന്നും അതേ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇത്തരം വേദത്തെ സ്വീകരിക്കുന്ന വേദോക്തികളെ വേദനിന്ദയെ സ്വഭാവമായി സ്വീകരിച്ചവർ വൈദികിയോട് ചേർന്ന് നിന്ന് രചിച്ചിട്ടുള്ള ഭാരതീയ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഇടയിൽ കിടക്കുന്ന വചനങ്ങളെ എടുത്ത് സന്ദർഭത്തിൽ നിന്നടർത്തി മാറ്റി വ്യാഖ്യാനിച്ചു പറയുമ്പോൾ പലപ്പോഴും ജനതയെ തെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അല്പം പോലും സ്വീകാരോക്തികളെ ചിന്തിക്കാതെ വേദങ്ങളിൽ സകാമകർമ്മങ്ങളുടെ വർണ്ണനയുണ്ട് എന്നതിനെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ഉദ്ദേശ്യമോ ലക്ഷ്യമോ അതുളവാക്കുന്ന പരിണാമമോ മനസ്സിലാക്കാതെ പറഞ്ഞു പോയിട്ടുണ്ട്. വേദങ്ങളിൽ കാമ്യകർമ്മങ്ങളുടെ വിധാനീയതയുണ്ട്, അതിൻ്റെ വർണ്ണനവുമുണ്ട്. സമുജ്വലമായ വൈദിക ചിന്തയെ 42-ാം ശ്ലോകത്തിൽ അനുപേക്ഷണീയമായി വർണ്ണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദരേണുക്കളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.